ഞാൻ ഗുരുപ്രസാദ് അയ്യപ്പൻ, വിഷ്വൽ ആർട്ടിസ്റ്റാണ്. 2002 ഞാൻ നിർമ്മിച്ച ശില്പമാണ് മഞ്ചൽ. മെഴുകിൽ തീർത്ത ഈ ശില്പത്തിൻ്റെ ദൃശ്യരൂപം ആളില്ലാത്ത ഒരു മഞ്ചൽ ചുമലിൽ ഏറ്റിക്കൊണ്ട് നടന്നു പോകുന്ന 4 പേരും, അവർക്ക് മുന്നിലായി മഞ്ചലിൻ്റെ വരവിനെ അറിയിച്ചുകൊണ്ട് ഹോയ് ഹോയ് എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാളുടെ രൂപവുമാണ്. 5 മില്ലിമീറ്റർ കനവും 30 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു അക്രിലിക് ഷീറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ശില്പത്തിന് 25 സെൻറ്റിമീറ്ററോളം ഉയരം വരും. ഈ ശില്പനിർമ്മാണ വേളയിൽ ഞാൻ ചിന്തിച്ചിരുന്നത് കേരളത്തിൽ നിലനിന്നിരുന്ന നിന്ദ്യമായ അടിമത്തത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും ഒരു നേർക്കാഴ്ച സൃഷ്ടിക്കുക എന്നത് മാത്രമായിരുന്നു. ഈ അഭിനവ സംസ്കാര സമ്പന്നമായ 2025 കാലഘട്ടത്തിലും ഈ ശില്പത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു. കാരണം പലരും ഇന്നും ആ അദൃശ്യമായ മഞ്ചലുകൾ ചുമക്കുന്ന കാഴ്ച സർവ്വസാധാരണമാണ്. ഭരണഘടന വിഭാവന ചെയ്യുന്ന സമത്വവും സംവരണവും ഉന്നത ഉദ്യോഗങ്ങളിലും പരമോന്നത നീതിന്യായ തലങ്ങളിലും സ്വകാര്യ മേഖലകളിലും ശരിക്കും പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന സത്യം നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. ഒരു കാലത്ത് ഇവിടെ ജാതി വിവേചനവും അടിമത്തവും ദൃശ്യമായിരുന്നു. എന്നാൽ ഇന്ന് വളരെ അദൃശ്യമായി ഈ സംവിധാനം സമൂഹത്തിൻ്റെ നാനാ തലങ്ങളിലേക്കും പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്ന കാഴ്ച വളരെ ഭീതിജനകമായ ഒരവസ്ഥയിലേക്കാണ് മനുഷ്യനെ എത്തിക്കുന്നത്. കാലഹരണപ്പെട്ട ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പകരമായി വളരെ ഹൈടെക് ആയിട്ടുള്ള കണ്ടെത്താൻ കഴിയാത്ത സംവിധാനങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും പ്രവർത്തിച്ചു വരികയാണ്. ഇവിടെയാണ് മഞ്ചൽ എന്ന ശില്പത്തിൻ്റെ പ്രസക്തി ഏറി വരുന്നത്. നിർഭാഗ്യവശാൽ അദൃശ്യമായ ഈ മഞ്ചലുകൾ ചുമക്കുന്നതും ചുമക്കാൻ പ്രേരിപ്പിക്കുന്നതും അടിസ്ഥാന വിഭാഗങ്ങളിലെ ജനപ്രതിനിധികളും വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട സമ്പന്നരുമാണ് എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഞാൻ ഒരനുഭവ കഥ പറയാം. 100 കണക്കിന് ആളുകളെ കണ്ടു ചോദിച്ചും നിരവധി യാത്രകൾ നടത്തിയും വർഷങ്ങളെടുത്ത് ഞാൻ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ചിരട്ടച്ചായ. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന വർക്കല SK രാഘവൻ സാറിൻ്റെ ജീവചരിത്രമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ സ്വീകാര്യത എത്രയെന്ന് ചോദിച്ചാൽ, അഥവാ സ്വീകാര്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മേൽപ്പറഞ്ഞ മഞ്ചലുകളാണ്. ഇപ്പോഴും പലരുടെയും തോളത്തിരിക്കുന്ന മഞ്ചൽ ഇതിൻ്റെ സ്വീകാര്യതയെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ് സത്യം. മഞ്ചൽ എന്ന ശില്പം പൂർത്തിയായ മുറയ്ക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ സഹായത്താൽ
കേരളശബ്ദം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ സാർ ആ ശില്പം വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. നന്ദി, നമസ്കാരം.